Hi, today we're going to discuss about how to register for Army Public School exam. നമ്മൾ രണ്ട് വീഡിയോസ് കഴിഞ്ഞു. We have discussed about OST and the next video we discussed about the experience which I have for this interview. And today we're going to discuss how are you going to register for this Army Public School exam. I got a question whether you need CTET for applying for this exam. അപ്പം CTET അവരുടെ ജനറൽ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട് CTET is not mandatory while you are applying for this exam. എക്സാമിന് അപ്ലൈ ചെയ്യുമ്പം CTET ഇവിടെ മാൻഡേറ്ററി അല്ല. ബട്ട് യു നീഡ് CTET if you are applying for a regular post. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ആർമി സ്കൂളും അവരുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും ഇൻ ദ മന്ത്സ് ഓഫ് ജാൻ ഫെബ് ആൻഡ് ഓൾ. ആ പോസ്റ്റിൽ അവർ വ്യക്തമായിട്ട് തന്നെ പറയും വെദർ the post is regular or ad hoc. If you're applying for like അവിടെ ഒരു PGT ഇംഗ്ലീഷിന് വേക്കൻസി ഉണ്ടെങ്കിൽ അവരവിടെ കൃത്യമായിട്ട് പറയും whether that post is regular or ad hoc. And if you're applying for a regular post, you need seated at that time. ആ ടൈമിൽ നിങ്ങൾക്ക് സീറ്ററ്റ് വേണം. പക്ഷെങ്കിൽ ആഡ് ഹോക് പൊസിഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സീറ്ററ്റ് മിക്കവാറും ഓപ്ഷണൽ ആയിരിക്കും. എല്ലാ സ്കൂൾസും നിങ്ങളോട് ചോദിക്കത്തില്ല. ആഡ് ഹോക്കിന് മിക്കവാറും സീറ്ററ്റ് വേണ്ടിയും വരത്തില്ല. സോ അതാണ് സീറ്ററ്റിന്റെ കാര്യം. ബിക്കോസ് ഐ ഗോട്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തത്. Now let's look how to register for this exam. Register for this exam, first you have to get into this website that is www.awesindia.com ലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അവിടെ കുറെ ഡയലോഗ് ബോക്സസ് ഉണ്ട്. There is a dialog box called Online Screening Test 2024. അതിൽ നിങ്ങൾക്ക് രണ്ട് സെക്ഷൻസ് കാണും. അതിൽ നിങ്ങൾ ജനറൽ ഇൻസ്ട്രക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ജസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ടത് ഇൻ ദിസ് വീഡിയോ. ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ 4th പേജിൽ ഒരു സബ് ഹെഡിങ് ഉണ്ട്, ദാറ്റ് ഈസ് രജിസ്ട്രേഷൻ. അവിടെ യു ക്യാൻ സീ ദാറ്റ് registration 4th page there is a subheading that is registration. Registration is from 10th September to 25th October വരെയാണ് registration പറയുന്നത്. And also what all things you needed for the registration പറയുന്നുണ്ട്. That is you need a Aadhaar card, mobile number and email ID. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യമാണ് ഇതെല്ലാം. Be ready with that. Aadhaar card, mobile number and a working email ID should be there. And because ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് OTP വന്നേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. And also you can see that documents to upload. Documents to upload, there is recent photograph should be there, signature and proof of your date of birth. നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ആ പ്രൂഫ് ഉണ്ട്. ഇവിടെ അവർ പറഞ്ഞിട്ടില്ല ഈ ഫോട്ടോഗ്രാഫിന്റെ അല്ലെങ്കിൽ സിഗ്നേച്ചറിന്റെ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും സൈസ് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ഈ ഓൺ ദ പ്രോസസ് ചെയ്യുമ്പോഴേ അത് അറിയത്തുള്ളൂ. പക്ഷെ ലെറ്റ് മീ ടെൽ യു ദ സൈസ് സോ ദാറ്റ് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ബി റെഡി വിത്ത് ദാറ്റ് ഓൾ ദീസ് ഡോക്യുമെന്റ്സ്. ഈ ഒരു പെർട്ടിക്കുലർ സൈസിലുള്ളത് വെച്ച് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ദാറ്റ് ഇസ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇറ്റ് ഷുഡ് ബി ഓഫ് JPG or JPEG or PNG ഫയൽ ആയിരിക്കണം. ആൻഡ് ദ റെസൊല്യൂഷൻ അവർ പറയുന്നുണ്ട് ദാറ്റ് ഈസ് 600 പിക്സൽ, മിനിമം 600 പിക്സൽ. And the size of your photograph and signature should be in between 4 KB to 1 MB. Okay, ഈ ഒരു ഇതിൽ പറയുന്നില്ല, but I am telling you so that it would be helpful for you. JPG, PNG file, resolution minimum 600 pixel and the size should be 4 KB to 1 MB. ഫോട്ടോഗ്രാഫിനും സിഗ്നേച്ചറിനും ഇതേ സെയിം ക്രൈറ്റീരിയ ആണ് വരുന്നത്. ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഇമേജ് അല്ല, ഇറ്റ് ഷുഡ് ബി ഇൻ PDF ഫയൽ ആയിരിക്കണം. ഇമേജ് ലൈക്ക് ദ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി PDF ഫയൽ ആയിരിക്കണം. ആൻഡ് ഓൾസോ ദ സൈസ് ഷുഡ് ബി 1 MB, ബിറ്റ്വീൻ 1 MB വരെയുള്ള സൈസിലുള്ള PDF ഫയലായിട്ട് റെഡി ആയിട്ടിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കണം ബിഫോർ യു സ്റ്റാർട്ട് ഫോർ ദ രജിസ്ട്രേഷൻ. ആൻഡ് ദ ആപ്ലിക്കേഷൻ ഫീ ഇസ് 385 rupees. 385 rupees and the application എല്ലാം ഫീ അടയ്ക്കുന്നത് ഓൺലൈൻ ആണ്. ലൈക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ഓൺലൈൻ പേയ്മെന്റ് ആണ്. 385. ആൻഡ് വൺ തിങ് വിച്ച് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് 3 പോസ്റ്റ് ആണ് ഉള്ളത്, PGT, TGT ആൻഡ് PRT.
നിങ്ങൾക്ക് മൂന്നിനും സെപ്പറേറ്റ് ഫോം എടുത്ത് സെപ്പറേറ്റ് ഫീസ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ഒരു ഫോമിൽ മൂന്നും കൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഓർത്തോണേ. ഏതിനാണ് ഇപ്പൊ PGT ആണെങ്കിൽ സെപ്പറേറ്റ് ഫോം ഫീ അടച്ചു തീർക്കുക, TGT ആണെങ്കിൽ അങ്ങനെ എല്ലാം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ മതി. ബട്ട് ലോഗിൻ ചെയ്ത് ഫോം ഷുഡ് ബി ഡിഫറെന്റ് അങ്ങനെയാണ്. ആൻഡ് ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ യു വിൽ ഗെറ്റ് അവിടെ അതും ഈ ഒരു പെർട്ടിക്കുലർ ഫയൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. ആഫ്റ്റർ ദ രജിസ്ട്രേഷൻ യു വിൽ ഗെറ്റ് എ കൺഫർമേഷൻ ഇൻ യുവർ mobile as SMS, and also there will be a message in your email ID also. Okay. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എനിക്ക് ഒരു വൺ ടൈം രജിസ്റ്റർ ചെയ്താൽ മതി. ഫോം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കിട്ടും. സോ ലെറ്റ്സ് സീ ഹൗ ടു രജിസ്റ്റർ ഫോർ ദാറ്റ്. ഓക്കെ, രജിസ്റ്റർ ചെയ്യാനായിട്ട് യു ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ സൈറ്റ്, ദാറ്റ് ഈസ് www.awesindia.com ചെല്ലുക. നമ്മളിപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് കണ്ടത്. അവിടെ അതിന് തൊട്ട് മുകളിലായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്നുണ്ട്. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ഫോർ ദിസ് എക്സാം അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. രജിസ്റ്റർ, ലോഗിൻ, ജനറൽ ഇൻസ്ട്രക്ഷൻ. അതിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങളൊരു ന്യൂ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ രജിസ്റ്റർ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ ആപ്ലിക്കൻസ് യു ഹാവ് ടു ക്ലിക്ക് രജിസ്റ്റർ. You have to click register. Then you will be directed to a page. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആൻഡ് അവിടെയും നിങ്ങളോട് ചോദിക്കുന്നുണ്ട് വെദർ യു ആർ എ ന്യൂ ആപ്ലിക്കൻറ്റ്. അവിടെ ന്യൂ ആപ്ലിക്കൻറ്റിൽ അഗെയിൻ ക്ലിക്ക് രജിസ്റ്റർ ഹിയർ. ദെൻ you enter your name, applicant's name they are asking. അവിടെ your name as per ആധാർ എന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നിങ്ങളുടെ ആധാർ കാർഡിലുള്ള അതേ നെയിം എൻ്റർ ചെയ്യുക. ആൻഡ് your mobile number, the email address ചോദിക്കുന്നുണ്ട്. ആൻഡ് they are asking for a password also. It should be 7-character alphanumeric password. Alphanumeric password means alphabet and numeric കൂടെ ഉള്ള numeralsും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ്. അത് ക്ലിക്ക് ചെയ്യുക. ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് there is a small box that I have read, agree to the terms and conditions എന്നുള്ള അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളവിടെ രജിസ്റ്ററിൽ സബ്മിറ്റ് ചെയ്യുക. കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് OTP. You will get OTP in your phone as well as in your mail. നിങ്ങളുടെ ഫോണിലും മെയിലിലും OTPs വരും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. OTP has been sent to your mailും OTP has been sent to your mobile numberും അവർ പറയും. രണ്ടിടത്തും ഒരു OTP അല്ല വരുന്നത്. ഇമെയിൽ ID-യിൽ വേറെ ഒരു OTP വരും, SMS-ൽ വേറൊരു OTP വരും. ആൻഡ് ഈ മെയിലിൽ ഉള്ള OTP ചിലപ്പം ഇൻബോക്സിലായിരിക്കത്തില്ല ഈ OTP വരുന്നത്. ചെക്ക് യുവർ സ്പാം മെസ്സേജസ്. അത് അവരുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ അവർ പറയുന്നുണ്ട്. സോ ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ് വെൻ യു ഡിഡ്ന്റ് ഗെറ്റ് എ മെസ്സേജ് ഇൻ യുവർ ഇൻബോക്സ്. OTP ഇൻബോക്സിൽ വന്നില്ല എന്ന് വെച്ച് ടെൻഷൻ അടിക്കല്. പ്ലീസ് ഡു ചെക്ക് യുവർ സ്പാം. അവിടെ കാണും എന്തായാലും നിങ്ങളുടെ OTP. ആൻഡ് യുവർ SMS ഓൾസോ വിൽ ഗെറ്റ് അനദർ OTP. രണ്ടും ഡിഫറെൻറ്റ് OTPs ആണ്. മെയിലിൽ വരുന്നതും SMS വരുന്നതും ഡിഫറെൻറ്റ് OTPs ആണ്. ഡിഫറെൻ്റ് ആയിട്ട് അത് എൻ്റർ ചെയ്യുക. ദെൻ ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ. Then you can see a dialog box. Registration successful എന്ന് പറഞ്ഞിട്ട്, that is your account has been created successfully. Please log in to fill your application form എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വരും. സോ ആസ് എ കാൻഡിഡേറ്റ് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ എന്നുള്ള ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. Now onwards നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ the whole process is being divided into 3 steps ആയിട്ടാണ് ഈ whole process ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് is to enter their basic details enter ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് is educational qualification. തേർഡ് സ്റ്റെപ്പ് ആണ് uploading documents. സോ അപ്ലോഡിങ് ഡോക്യുമെന്റ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ സൈസിലുള്ള പിക്ചറും യുവർ ഫോട്ടോ, യുവർ സൈൻ ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ഡോക്യുമെന്റ്, ആ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റും റെഡി ആയിട്ട് തന്നെ ഇരിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം അന്നേരമാണ് കൊടുക്കേണ്ടത്. ലൈക്ക് യുവർ നെയിം,
your parents' name. Married ആണെങ്കിൽ, if you are married, they'll ask for your spouse name. അത് കൊടുക്കുക. ആൻഡ് ആർമി സ്പൗസ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. വർക്ക് എക്സ്പീരിയൻസ്, അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ they'll ask for your organization's name. ഇത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആദ്യം ചോദിക്കും. പിന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. യുവർ ഓർഗനൈസേഷൻസ് നെയിം ആൻഡ് ദ പോസ്റ്റ്, ലൈക്ക് PGT, TGT or PRT ആയിട്ടാണോ വർക്ക് ചെയ്തത്, ആൻഡ് ഓൾസോ യുവർ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ്. എത്ര നാൾ ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തു എന്ന ക്വസ്റ്റ്യൻ അത് വരും. ആൻഡ് ഓൾസോ ദേ ലാസ്റ്റ് വെദർ ആർ യു പ്രൊഫിഷ്യൻ്റ് ഇൻ ടീച്ചിങ് ഇംഗ്ലീഷ് മീഡിയം, ലൈക്ക് ഹിന്ദി മീഡിയത്തിൽ ടീച്ച് ചെയ്യാൻ പ്രൊഫിഷ്യൻ്റ് ആണോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ലൈക്ക് ബേസിക് ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. സോ വളരെ ജുഡീഷ്യസ് ആയിട്ട് തന്നെ എൻറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ ബേസിക് ഡീറ്റെയിൽസിലുള്ള. അതെല്ലാം വെരി കറക്റ്റ് ആയിട്ട് തന്നെ എൻറ്റർ ചെയ്യുക വിത്തൗട്ട് മേക്കിംഗ് എനി മിസ്റ്റേക്സ്. After entering all your basic details, you will go to the second step, that is educational details. അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ലൈക്ക് ഐ വിൽ പിൻ എ സ്ക്രീൻഷോട്ട് ഇൻ ദിസ് വീഡിയോ. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒന്നും ഒറിജിനൽ ഇപ്പം കൈ വേണമെന്നില്ല. ലൈക്ക് നിങ്ങൾ 10th 12th യുവർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് യുവർ പ്രൊഫഷണൽ ഡിഗ്രി, ഇത്രയും സർട്ടിഫിക്കറ്റ്സ്, ഇത്രയും വർഷം ഉള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് കോപ്പി എങ്കിലും കയ്യിലുണ്ടായിരിക്കണം ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ്. ബിക്കോസ് അവിടെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 10th ഫോർ എക്സാമ്പിൾ 10th ആണെങ്കിൽ ദ സബ്ജക്ട്സ് വിച്ച് യു ഹാവ് സ്റ്റഡീഡ് അത് ചോദിക്കുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആൻഡ് കോളേജ്, ദ നെയിം ഓഫ് ദ സ്കൂൾ ആൻഡ് കോളേജ് വിച്ച് യു ഹാവ് അറ്റൻഡഡ്. ആൻഡ് ഓൾസോ ദേ ആർ ആസ്കിങ് ഫോർ ദ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. 10th ആൻഡ് 12th ആണ് CBSE ആണ്, CBSE സ്റ്റേറ്റ് ആണ് അത്. ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ യു ഹാവ് ടു എൻ്റർ ദ കോളേജ്, ലൈക്ക് ഏത് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ പഠിച്ചത് എന്ന് എൻ്റർ ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ആർ ആസ്കിങ് ഫോർ ഇയർ ഓഫ് പാസിങ്, വിച്ച് ഇയർ യു ആർ പാസ്. സോ അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുണ്ട്, ഫൈനൽ സർട്ടിഫിക്കറ്റിലുണ്ട് ഏത് ഇയറിലാണ് നിങ്ങൾ പാസ് ചെയ്തതെന്നുള്ളത്. ആൻഡ് ഓൾസോ ദേ ആർ ആസ്കിങ് ഫോർ യുവർ മാർക്സ്, പെർസെൻറ്റേജ് ഓർ CGPA, രണ്ട് രീതിയിലും നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനൊക്കെ ആണെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോമുലയൊക്കെ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. അത് വെച്ചെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആയിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇത്രയും ഡീറ്റെയിൽ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. സോ ബി റെഡി വിത്ത് ഓൾ ദീസ് തിങ്സ് ആൻഡ് ദെൻ സ്റ്റാർട്ട് ദി സ്റ്റെപ്പ്. ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അവിടെയും സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ദാറ്റ്. Then you will be directed to the third process. Third process is uploading documents. Uploading documents, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, if you are ready with all these things like photo, signature and the certificate which to prove your date of birth, ഇത്രയും ആ പറഞ്ഞ സൈസിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ you can upload your documents in this third step. ഇത് ചെയ്യുക and then you submit it for a final submission കൊടുക്കാം. പ്ലീസ് എല്ലാം ചെക്ക് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞ് അവിടെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടണും ഉണ്ട്. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്തിട്ട് ദെൻ യു ക്യാൻ എഡിറ്റ് ദ ആപ്ലിക്കേഷൻ. എല്ലാം നോക്കി ചെയ്തിട്ട് ദെൻ യു സബ്മിറ്റ് ഇറ്റ്. യു വിൽ ബി ഡയറക്റ്റഡ് ടു ദ ഫീ കൊടുക്കേണ്ട പേജിലോട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് SMS ആയിട്ടും മെയിലായിട്ടും യുവർ കൺഫർമേഷൻ വരും. കൺഫേം ആയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് യു അപ്ലൈഡ് എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ മെയിൽ ആൻഡ് SMS യു വിൽ റിസീവ്. ആൻഡ് ഓൾസോ അവരുടെ ജനറൽ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഈ കൺഫർമേഷൻ പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ സേവ് ചെയ്ത് വെക്കുക. ലൈക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ വന്നാൽ ആപ്ലിക്കേഷൻ നമ്പർ നോക്കാനും അങ്ങനെ എല്ലാ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ആ ഒരു കൺഫർമേഷൻ പേജ് സേവ് ചെയ്തോ പ്രിന്റ് ചെയ്തോ വെക്കുക. ആൻഡ് ഓൾസോ ഐ ഗോട്ട് എ ക്വസ്റ്റ്യൻ, എന്നാണ് അഡ്മിറ്റ് കാർഡ് വരുന്നതെന്ന്. ലൈക്ക് അവർ ഓൾറെഡി ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, 12th November അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ജനറൽ ഇൻസ്ട്രക്ഷനിൽ. സോ അത് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഈ സെന്റർ ഒക്കെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, ലൈക്ക് വിച്ച് സെന്റർ പ്രിഫറൻസ്. സെന്റർ പ്രിഫറൻസ് 3 സെന്റർ പ്രിഫറൻസ് ദേ ആർ ആസ്കിങ്. അതൊക്കെ ആ ബേസിക് ഡീറ്റെയിൽസിലാണ്. സോ അതെല്ലാം കൃത്യമായിട്ട് നോക്കി അപ്ലൈ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. I think this video is helpful for you. Thank you for watching. Please do subscribe and like. Thank you.